സോ ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലേൺ ഫേസസ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാത്സിന്റെ ചെറിയൊരു ഭാഗത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കരുതാണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് സം ബേസിക് ആയിട്ട് നമ്മൾ കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടുഡേ വി ഹാവ് ലേൺഡ് എന്ന് പറയുന്നത് നമ്മൾ മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുക. മാറ്റർ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കുക. മാറ്റർ. സോ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെഫിനിറ്റ് മാസും അതിന് നിലനിൽക്കാൻ ഒരു സ്പേസുമാണ്, അത് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസുമാണ്. അതായത് ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ചെയ്യുക മാറ്റർ ഏതാ? ഒന്ന് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും രണ്ടാമത് രണ്ട് തരത്തിലാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അതായത് നമ്മൾ മാട്രസിനെ അല്ലെങ്കിൽ മാറ്ററിനെ രണ്ടു തരമായിട്ട് നമ്മൾ പഠിക്കുക. അതിലൊന്ന് പ്രധാനമായിട്ട് പഠിക്കുന്നത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ മിക്സ്ചർ എന്ന് പറയും. എന്താണ് മിക്സ്ചർ? നിങ്ങൾ പറയണേ, മനസ്സിൽ പറയണം, എന്നാലും ഓക്കെ ആവും. ഒന്നാമത്തെ ആളാരാണ്? മിക്സ്ചർ എന്ന് പറഞ്ഞ ആളാണ്. രണ്ടാമത്തെ ആളാരാ? ഒന്നാമത്തെ ആള് മിക്സ്ചർ എന്ന് എഴുതി, രണ്ടാമത്തെ ആളാരായിരിക്കും? അപ്പൊ അറിയാം. യെസ്, പറ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ. രണ്ടാമത്തെ ആളാരായിരിക്കും? എനിക്കറിയാം. യെസ്, കറക്റ്റ് ആണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും. പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, ഇത് നിങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. ഇത് മാറ്ററിന്റെ കേസിലെ ഒരു പ്രധാനപ്പെട്ട ആളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഒന്ന് മിക്സ്ചർ ആണ്, രണ്ടാമത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന്. ഓക്കെ, സോ അപ്പൊ ഞാനിവിടെ മിക്സ്ചർ ആയിട്ട് മാറ്ററിനെ തന്നെ ആദ്യം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം, വൺ ഡെഫിനിറ്റ് മാസും അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും അതിന് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും ആവശ്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു വടി, ഇത് ജസ്റ്റ് ഒരു വടിയാണ്, നമ്മുടെ ട്യൂഷനിൽ ഉപയോഗിക്കുന്ന ഒരു വടിയാണ്, എക്സ്പെരിമെന്റ് ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ് ഈ ഒരു വടിക്ക് നിങ്ങൾ പറ, ഒരു മാസില്ലേ, ഒരു ഡെഫിനിറ്റ് മാസില്ലേ, ഇതിനൊരു നിശ്ചിതമായിട്ടുള്ള ഒരു മാസില്ലേ, ഇതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ഇല്ലേ? അപ്പൊ ഇതെന്താ? ഒരു മാറ്റർ അല്ലേ? സോ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പെന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന പെന്നായിക്കോട്ടെ, ആ പെൻ എന്താ? മാറ്റർ അല്ലേ? കാരണം എന്താ? അതിന് വൺ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള സ്റ്റഡി ടേബിൾ മാസില്ലേ, ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടേ? അതാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. അതാണ് മാറ്റർ. ആ മാറ്റർ തന്നെ നമ്മൾ എന്താ ചെയ്യും? രണ്ടാക്കി തരംതിരിക്കുകയാണ്. അതിലൊന്ന് മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസുമായിട്ടാണ് നമ്മൾ തരംതിരിക്കുക. അത് നിങ്ങൾ കിട്ടി. അങ്ങനെ ഒരു കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിലൊന്ന് എലമെന്റ്സ് ആക്കിയിട്ടാണ്, എലമെന്റ്സ് മൂലകങ്ങൾ എന്ന് പറയും. എലമെന്റ്സ് ആക്കിയിട്ടാണ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നോ കോമ്പൗണ്ട് ആക്കിയിട്ടാണ് തോന്നുന്നു, അല്ലെ? രണ്ടാമത് ഏതാണ്? കോമ്പൗണ്ട് ആക്കിയിട്ടാണ്. കോമ്പൗണ്ട്സ് എന്ന് പറയും. കോമ്പൗണ്ട്സ് ഒന്നിലധികം വരും. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് അടക്കമുണ്ട്. ഇതാണ് രണ്ടാമത്തെ തെറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? എന്താണ് പഠിച്ചെന്താണ്? മാറ്റർ ആണ്, അതിന് നിലനിൽക്കാനായിട്ട് ഒരു വൺ ഡെഫിനിറ്റ് മാസോ അതിന് ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസോ ഉണ്ടെങ്കിൽ അത് മാറ്റർ ആണ്. അതേപോലെ ആ മാറ്ററിനെ തന്നെ രണ്ടാക്കിയാണ് തരംതിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെന്താണ് രണ്ടാക്കി തരംതിരിക്കുക? ഒന്നാമത്തെ വ്യക്തിയാരാണ്? ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ്, രണ്ടാമത്തിന് മിക്സ്ചർ എന്നിവയാണ്. അതിലെ പ്യുവർ സബ്സ്റ്റൻസിന് എടുക്കുകയാണെങ്കിൽ അതിനെ രണ്ടാക്കി വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നിനെ എലമെന്റ് ആക്കിയിട്ടും മറ്റൊന്നിനെ കോമ്പൗണ്ട് ആക്കിയിട്ടുമാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കും, എലമെന്റ് ഏതെല്ലാമാണ്? എലമെന്റ് എന്ന മൂലകങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന മൂലകങ്ങൾ നമുക്ക് ഏതൊക്കെ ആഡ് ചെയ്യാം? ഒരൊറ്റ മൂലകങ്ങൾ. അതായത് രണ്ടാൾക്കാരുണ്ടാവാൻ പാടില്ല, ഒരൊറ്റ ആൾ. ഉദാഹരണത്തിന് ഓക്സിജൻ ഒരാളിലെ ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ. കോമ്പൗണ്ടിന് H2O, അത് ഒന്നിലധികം ആൾക്കാരില്ല. അതേപോലെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയം Na, ഓക്സിജൻ, ഹൈഡ്രജൻ, അല്ലെ? ഓക്സിജൻ, ഹൈഡ്രജൻ, പിന്നെന്താ? അവിടെ ചൂണ്ടിട്ടാ. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് പൊട്ടാസ്യം, അതേപോലെ Mg, മഗ്നീഷ്യം. അങ്ങനെ എന്ത് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. ഇതിലായിട്ടും ചെറിയ ബേസിക് ആണ് എഴുതിയിട്ടുള്ളത്. ഒരാൾ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാർക്ക് വരാം. എന്താണ് അതിന് പറയാം? ഒന്നിലധികം ആൾക്കാർക്ക് വരും. അതിലെന്താ പറയാ? NH3 അമോണിയ, പിന്നെ H2O വെള്ളം, പിന്നെ ഏതാ വരിക? നിങ്ങൾക്ക് അറിയുന്നത് പെട്ടെന്ന് പറ. സിമ്പിൾ ആണ്. യെസ്, കറക്റ്റ് ആണ്. CO2 കാർബൺ ഡൈ ഓക്സൈഡ്.
ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇതേപോലെ ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ എന്നോട് പറയാം. മാറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഡെഫിനിറ്റ് മാസും അതിനെ ഒക്യുപൈ ചെയ്യാൻ ഒരു സ്പേസും ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതേപോലെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിലെ മാറ്ററിൽ തന്നെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. മാറ്ററിൽ അതിൽ ഒന്നിനെ പ്യുവർ സബ്സ്റ്റൻസും മറ്റൊന്നിനെ മിക്സ്ചർ ആക്കിയാണ് തരംതിരിച്ചത്. അതിലെ പ്യുവർ സബ്സ്റ്റൻസ് ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ തന്നെ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്ന പേരാണ് നമ്മുടെ എലമെന്റ്സും, രണ്ടാമത് പറയുന്ന പേരാണ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അതായത് എലമെന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സോഡിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അങ്ങനെ ഒറ്റ ആൾക്കാരും പറയും. ഓക്കെ, അതിനാണ് എന്ത് പറയാ ഈ ഒരു എലമെന്റ് എന്ന് പറയാം. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് തരംതിരിക്കുക. അതായത് ഒന്നിലധികം മൂലകങ്ങൾ ചേരണം. അതിൽ ഉദാഹരണത്തിന് NH3 രണ്ടാൾക്കാരിലെ നൈട്രജനും ഹൈഡ്രജനും കൂടുതലല്ലേ NH3 അമോണിയ വരുന്നത്. പിന്നെ H2O അറിയാലോ, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട്. അതേപോലെ CO2 എന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ ഒന്നിലധികം ആൾക്കാർ വന്നല്ലോ, അതിനെയാണ് ഈ ഒരു കേസായിട്ട് പറയാം. അത് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാറുണ്ട്. എന്നാൽ എനിക്കൊരു സന്തോഷമൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, +1 ഇങ്ങനെ ഒരു അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നേടി തരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അടുത്ത ആളെ നോക്കിയാലോ. അടുത്ത ആളാ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കിയതും ഹോമോജീനിയസ്, HG ഹോമോജീനിയസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഈ ഹോമോജീനിയസ് എന്ന് പറഞ്ഞ എന്താടാ ഹോമോജീനിയസ്? എനിക്കറിയില്ല. എടാ, പാർട്ടിക്കിൾ ഇല്ലേ, അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിള് സെയിം ആയിരിക്കണം, അതിനാണ് ഹോമോജീനിയസ് എന്ന് പറയാം. പാർട്ടിക്കിൾ സെയിം ആയിട്ടുണ്ടോ, അതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയാം. അത് ഒന്നാമത്തെ ആള്. മിക്സ്ചറിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ HG, പാർട്ടിക്കിൾ സെയിം ആയിട്ടുണ്ട്. കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെന്ന് കരുതി. രണ്ടാമത്തേത് ഹെറ്ററോജീനിയസ് എന്ന് പറയും. HT ഞാൻ ഷോർട്ട് ആക്കിയോടെ ഇവിടെ കൊള്ളാത്തതുകൊണ്ട്. അപ്പൊ എന്താ ഹെറ്ററോജീനിയസ് എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം, പാർട്ടിക്കിൾ നോൺ സെയിം അല്ലെങ്കിൽ അൺസെയിം പാർട്ടിക്കിളിലെ പാർട്ടിക്കിൾ ഒന്നും സെയിം ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. എടാ, ഞാൻ ചോദിക്കട്ടെ, പാർട്ടിക്കിളുകൾ സെയിം ആയിട്ടുള്ള ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും? അതിലുള്ള ഓരോ പാർട്ടിക്കിൾസും, അതിലുള്ള പാർട്ടിക്കിൾസിന്റെ മീനിങ് ഓക്കെ, പാർട്ടിക്കിൾ സെയിം അല്ലെങ്കിൽ കാര്യം കത്തിയിട്ടുണ്ട്. അതിലുള്ള ഓരോ ആൾക്കാരും സെയിം ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ പറയാം. എല്ലാം സെയിം, വേറൊന്നും അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല. യെസ്, കറക്റ്റ് ആണോ? എയർ നിങ്ങൾക്ക് പറയാം. എയറിൽ വരാറുണ്ടോ? ഇല്ല, എയർ. പിന്നെ ആരെടുക്കാം നമുക്ക്? പിന്നെ യെസ്, ഷുഗർ സൊല്യൂഷൻ എടുക്കാം. അല്ലെങ്കിൽ ഷുഗർ പഞ്ചസാര ലായനി എന്നൊക്കെ പറയില്ലേ? യെസ്, ഷുഗർ സൊല്യൂഷൻ എടുക്കാം. പിന്നെ എന്താ എടുക്കാം? സാൾട്ട് സൊല്യൂഷൻ എടുക്കാം. പിന്നെന്തെടുക്കാം? അതൊക്കെ എന്താണ്? പാർട്ടിക്കിളുകൾ സെയിം അല്ലേ? എയറിൽ പാർട്ടിക്കിൾ സെയിം ആണ്, ഓക്സിജൻ സെയിം ആണ്, അതേപോലെ നൈട്രജന്, അങ്ങനെയല്ല, ഓരോരുത്തരും സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ ഇതൊക്കെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരെ ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഷുഗറിന്റെ സൊല്യൂഷൻ നമുക്ക് എടുക്കാം. പിന്നെ ഏതാ? സാൾട്ട് സൊല്യൂഷൻ എടുക്കാം. ഇതൊക്കെ നമുക്ക് എടുക്കാം, ഇമ്പോർട്ടന്റ് അല്ലേ? അങ്ങനെയൊക്കെ നെക്സ്റ്റ് നോക്കാം. ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത് പാർട്ടിക്കിളുകൾ സെയിം അല്ലാത്തതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒന്ന് മഡി വാട്ടർ. സോ മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചളിവെള്ളത്തിൽ സെയിം ആണോ? ഞാൻ പറയാം, നിങ്ങളുടെ മുമ്പിൽ ഒരു കനാൽ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും കുപ്പിവെള്ളത്തിൽ എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവും, വേസ്റ്റുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യം. അതൊക്കെ മിക്സ്ഡ് ആയിട്ടല്ലേ വരിക. അങ്ങനെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് എന്ത്? സാൾട്ടും പ്ലസ് ഷുഗറും കൂടി മിക്സ്ഡ് ആയിട്ട്, ആയിട്ടുള്ള ഷുഗർ. അതായത് പഞ്ചസാരയും ഈ ഒരു ഉപ്പ് വെള്ളം കൂടി മിക്സ് ആവുമോ? അത് കുറവാണ്, എന്നാലും അതിനൊരു എന്തിന്റെ എക്സാമ്പിൾ? ഹെറ്ററോജീനിയസ് എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? പിന്നെ ഒറ്റ എക്സാമ്പിളോട് പറഞ്ഞാൽ ഞാനിത് അവസാനിപ്പിക്കാം. എന്താണ്? സാൻഡ്. കേട്ടിട്ടുണ്ടോ? സാൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മണൽ എന്നാണ് സാൻഡ്. അതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈസിയാണ്, ഇതൊക്കെ ഈസിയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിയലൈസ് ചെയ്തിട്ട് നമുക്ക് അവസാനിക്കാം. ഒരു ചെറിയൊരു ടോപ്പിക് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെറിയൊരു കാര്യം ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാമത് മാറ്ററിനെ കുറിച്ച് പഠിക്കുകയാണ്. മാറ്റർ ആണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത്. മാറ്റർ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനേഷൻ എന്താ? ഒരു ഡെഫിനിറ്റ് മാസും അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും ഉണ്ടെങ്കിൽ അതെന്താണ്? എക്സാമ്പിൾ ഓഫ് മാറ്റർ ആണ്. അതായത് ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ്, ഒരു ടേബിൾ മേൽ, അല്ലെങ്കിൽ വഴി, അല്ലെങ്കിൽ ഒരു നിലത്തല്ലേ, അല്ലെങ്കിൽ ഒരു മേശമേൽ, എവിടെ ആയിക്കോട്ടെ,
ഒരു ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസും ആവശ്യമുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മാറ്റർ എന്ന് പറഞ്ഞാൽ. ആ മാറ്ററിനെ തന്നെ നമ്മൾ രണ്ടാക്കി തരംതിരിക്കും. ഒന്നിനെ മിക്സ്ചർ ആയിട്ടും മറ്റൊന്നിനെ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുമാണ് നമ്മൾ തരംതിരിക്കുക. എന്താണ്? ഒന്ന് മാറ്റർ തന്നെ രണ്ടാക്കി തരംതിരിക്കും. അതിലൊന്നിനെ മിക്സ്ചർ ആക്കിയിട്ടും മറ്റൊന്നിനെ പ്യുവർ സബ്സ്റ്റൻസ് ആക്കിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുക, തരംതിരിക്കുക ഞാൻ പറഞ്ഞു. അത് ഓക്കെ എന്ന് കരുതുന്നു. പിന്നത്തെ കാര്യം അതിലെ പ്യുവർ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എലമെന്റ്സ് ആക്കിയിട്ടും രണ്ടാമത്തത് കോമ്പൗണ്ട്സ് ആക്കിയിട്ടുമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തരംതിരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ അല്ലെ? പിന്നീട് അതിലെ ഈ ഒരു പ്യുവർ സബ്സ്റ്റൻസിൽ നമ്മൾ ഒന്നുകൂടെ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. എലമെന്റ്സും കോമ്പൗണ്ട്സും ആക്കിയിട്ടാണ് പറഞ്ഞു. അതിൽ എലമെന്റ്സിന് കേട്ട് നോക്കാണ് ഒരൊറ്റ ആൾക്കാരുള്ളത്. സോഡിയം എടുക്കാം, ഓക്സിജൻ എടുക്കാം, ഹൈഡ്രജൻ എടുക്കാം, പൊട്ടാസ്യം എടുക്കാം, മഗ്നീഷ്യം എടുക്കാം, എന്തോ എടുക്കാം. ഓക്കെ. ഇനി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാലോ ഒന്നിലധികം ആൾക്കാരുണ്ട്. അതിലെന്താ? ഒന്ന് NH3 പറ്റും, H2O, CO2. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയെന്ന് കരുതുന്നു. പിന്നെ മിക്സ്ചർ എന്ന് പറഞ്ഞ കേസിൽ അവിടെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് HG എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോജീനിയസ് എന്ന് പറയും. ഹോമോജീനിയസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ടേബിൾ വരച്ചിട്ടുണ്ട്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളുകൾ സെയിം ആയിരിക്കും, അതിലുള്ള ആൾക്കാർ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഉദാഹരണം എയർ സെയിം. പിന്നീട് ഷുഗർ സൊല്യൂഷൻ, പിന്നെ സാൾട്ട് സൊല്യൂഷൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊക്കെ നമ്മുടെ മിക്സ്ചറിലെ ഹോമോജീനിയസിന് എക്സാമ്പിൾ ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ. എനിക്ക് തോന്നുന്നു 2023 വർഷത്തിലാണ് തോന്നുന്നു ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത് എന്താണ്? ഹെറ്ററോജീനിയസ് എന്ന് പറയുമ്പോൾ മിക്സ്ഡ് പാർട്ടിക്കിളുകൾ ഒന്നും സെയിം അല്ലാത്തത്. ഏതാ എക്സാമ്പിൾ? മഡി വാട്ടർ, സാൾട്ട് ഷുഗർ, അല്ലെങ്കിൽ സാൾട്ടും ഷുഗറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഏതാണ്? സാൻഡ് എന്നിവയാണ്. സോ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയ ടോപ്പിക്ക് നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് എടുക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പൊ ആ കാര്യം നിങ്ങൾ ഈ ഒരു ചെറിയ ടേബിൾ പഠിച്ചു വെക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും അടിപൊളിയായിരിക്കും. പക്ഷേ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണ്, പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അക്കാഡമിക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും വീണ്ടും ഒരു ബൈ ഞാൻ പറയാറ്. സോ